ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PKPSC സ്റ്റഡീസ്. എല്ലാവർക്കും PKPSC സ്റ്റഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ടൈം ടേബിളിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ്. നമ്മളിതുവരെ 1 മുതൽ 15 ദിവസത്തെ ടൈം ടേബിൾ നോക്കിയിരുന്നു. ഇത് ഇനി ഒരാഴ്ചത്തെയും കൂടിയുള്ള ടൈം ടേബിളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പഠനമൊക്കെ ഏതുവരെയായി? ടൈം ടേബിളൊക്കെ അനുസരിച്ച് പഠിക്കുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. പഠനമൊക്കെ ഏതുവരെയായി എന്നൊക്കെ, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ടൈം ടേബിൾ എന്നൊക്കെ എനിക്കറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് പഠനത്തിൽ പെൻഡിങ് വരുന്നുണ്ടോ? ടോപ്പിക്കൊക്കെ പെൻഡിങ് ഉണ്ടോ? അപ്പോൾ എനിക്ക് കുറച്ച് പെൻഡിങ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെൻഡിങ് ഒക്കെ വന്നാൽ ഒരു ദിവസം നമുക്ക് പെൻഡിങ് വന്നു വിചാരിച്ചാൽ നമ്മൾ പിറ്റേ ദിവസം ആ ദിവസത്തെ ടൈം ടേബിൾ, തലേ ദിവസം എന്താണ് പെൻഡിങ് വന്നത് ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാതെ ഇന്നത്തെ ടൈം ടേബിൾ ഏതാണോ അതനുസരിച്ച് പഠിക്കുക. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അതിൻ്റെ ഇടയിലേക്ക് കുറച്ച് എക്സ്ട്രാ ടൈമൊക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ തലേ ദിവസം നമുക്ക് പെൻഡിങ് വന്ന ടോപ്പിക്ക് കുറച്ചായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അടുത്ത ദിവസം അതുപോലെ ഒരു ടോപ്പിക്ക് അങ്ങനെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസത്തെ ഇങ്ങനെ പഠിക്കാനുള്ള കൂടി വരും. നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്ക് ടോപ്പിക്കൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കി നോക്കുക. അതായത് നമുക്ക് 27-ാം തീയതി നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു, പക്ഷെ നമുക്കവിടെ പെൻഡിങ് വന്നു എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ദിവസം 28-ാം തീയതി നമ്മൾ ചെയ്യേണ്ടത് 28-ാം തീയതി നമ്മൾ എന്താണ് ടോപ്പിക്ക് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ എന്തായാലും അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെൻഡിങ് വന്നല്ലോ, എനിക്കിനി ഒരു മൂഡില്ല, ഇനി പഠിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഇരിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് 28-ാം തീയതിയിൽ എന്താണോ നമുക്ക് പഠിക്കാൻ നമ്മൾ ടോപ്പിക്ക് എഴുതി വെച്ചിട്ടിരിക്കുന്നത് അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ അതിലൊരു എക്സ്ട്രാ ടൈം കണ്ടെത്തി നമ്മൾ പെൻഡിങ് വന്ന ദിവസത്തെ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഒരു ടോപ്പിക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് 2 ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നെങ്കിലും നമ്മൾ പരമാവധി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത ദിവസം ഇതേപോലെ നമ്മൾ അടുത്ത ദിവസം ടോപ്പിക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ പെൻഡിങ് വന്ന ഒരു ദിവസത്തെ ഇനിയും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂടി ഒരു ടോപ്പിക്ക് എടുത്ത് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇതും ഈ പെൻഡിങ് ടോപ്പിക്കും തീരും, നമ്മുടെ ദിവസമുള്ള ടൈം ടേബിളും ഓരോ ടോപ്പിക്കും തീരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം വെച്ച് അത് ചെയ്ത് നോക്കുക. എങ്ങനെയാണ് പറ്റുന്നുണ്ടോ, പെൻഡിങ് ടോപ്പിക്ക് വരുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഇനി അടുത്തതായി നമുക്ക് ടൈം ടേബിളിലേക്ക് അടക്കാം. ഡേ 16 നമ്മൾ 15-ാം തീയതി വരെ പഠിച്ചല്ലോ. ഇനി നമുക്ക് ഡേ 16 ടൈം ടേബിളാണ് നോക്കാനുള്ളത്. ഒരാഴ്ചത്തെ ടൈം ടേബിളാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. 27-ാം തീയതി ഡേ 16 വരുന്നത് 27-ാം തീയതിയാണ്, ട്യൂസ്ഡേ, ചൊവ്വാഴ്ച. സ്പേസ് റെപ്പറ്റീഷൻ 21/1/2026. സ്പേസ് റെപ്പറ്റീഷൻ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ എന്താണ് ഈ സ്പേസ് റെപ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി നോക്കുക കേട്ടോ. 21-ാം തീയതി പഠിച്ച നമ്മൾ കാര്യങ്ങൾ സ്പേസ് റെപ്പറ്റീഷൻ വഴി അത് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത റിവിഷൻ 26/1/2026. ക്വസ്റ്റ്യൻ പേപ്പർ 5/2025, 10th പ്രിലിംസ് സ്റ്റേജ് 2, 11/1/2025 നടന്ന എക്സാമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റഡി, പിന്നെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് 27/1/2026. പിന്നെ അന്നത്തെ ദിവസത്തെ റിവിഷൻ 27/1/2026. ഡേ 17 28/1/2026 വെനസ്ഡേ. സ്പേസ് റെപ്പറ്റീഷൻ 22/1/2026. റിവിഷൻ 27/1/2026. GK കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളാണ് അത്. പാർട്ട് 1 നമ്മൾ കേരളത്തിൻ്റെ GK ആണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 1 ആണ് കേട്ടോ. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ പാർട്ട് 1 ഇടാൻ കാരണം 30 മിനിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത് ടൈം ടേബിൾ. നിങ്ങൾക്ക് എത്ര ടൈമാണോ കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. ഞാൻ 30 മിനിറ്റ് വെച്ചിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് അത് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് പിന്നെയും പഠിക്കാൻ വേറെ ദിവസം ടോപ്പിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ മാത്സ്, LCM ആൻഡ് HCF പാർട്ട് 3, കറണ്ട് അഫെയേഴ്സ് ജനുവരി 2025. നമ്മൾ ഇത്ര ദിവസം നമ്മൾ ടോപ്പിക് കറണ്ട് അഫെയേഴ്സ് പഠിച്ചില്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മന്ത്ലി വൈസ് കറണ്ട് അഫെയേഴ്സാണ്. ജനുവരി 2025. ഡെയിലി കറണ്ട് അഫെയേഴ്സ് 28/1/2026. റിവിഷൻ 28/1/2026. ഡേ 18 29/1/2026 തേഴ്സ്ഡേ. സ്പേസ് റെപ്പറ്റീഷൻ 23/1/2026. റിവിഷൻ 28/1/2026. ക്വസ്റ്റ്യൻ പേപ്പർ 185/2024. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റഡി, ഡെയിലി കറണ്ട് അഫെയേഴ്സ്
29/1/2026, റിവിഷൻ 29/1/2026. നിങ്ങൾക്ക് PSCയുടെ സൈറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ എടുക്കുന്നതെന്ന് അറിയാമോ? അറിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. ഡേ 19 30/1/2026 ഫ്രൈഡേ. സ്പേസ് റെപ്പറ്റീഷൻ 24/1/2026, റിവിഷൻ 29/1/2026. GK കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ. ഇത് ഞാൻ ഷോർട്ടാക്കിയിട്ട് കേരളത്തിലേന്ന് എഴുതിയതാട്ടോ. ഇങ്ങനെയാട്ടോ ഞാൻ നോട്ട് എഴുതുമ്പോഴൊക്കെ ഷോർട്ടാക്കാറ്. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ പാർട്ട് 2. മാത്സ് LCM ആൻഡ് HCF പാർട്ട് 4. ഇതോടെ നമ്മുടെ മാത്സ് ടോപ്പിക് കംപ്ലീറ്റ് ആവും. മാത്സ് ടോപ്പിക് എന്ന് പറയുന്നത് LCM ആൻഡ് HCF കംപ്ലീറ്റ് ആവും കേട്ടോ. ആ ടോപ്പിക്ക് കറണ്ട് അഫെയർസ് January 2025, ഡെയിലി കറണ്ട് അഫെയർസ് 30/1/2026, റിവിഷൻ 30/1/2026. മന്ത്ലി വൈസ് കറണ്ട് അഫെയർസ് ഈ പാർട്ട് January 2025 ഈ ദിവസത്തോടെ കംപ്ലീറ്റ് ആവില്ല. ഇനി ഞാൻ ടോപ്പിക് ഇടുന്നുണ്ട് കേട്ടോ. ഒരു 4 ദിവസം ടോപ്പിക് ഇടുന്നുണ്ട് January 2025 കറണ്ട് അഫെയർസ് പഠിക്കാനായിട്ട്. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളും പാർട്ട് 3 വരെ ഉണ്ടാവും കേട്ടോ. എന്നാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 30 മിനിറ്റ് വെച്ച് പഠിക്കുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾക്കത് കംപ്ലീറ്റ് ആവാത്തത്. നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസമൊക്കെ മതിയാവും കേട്ടോ കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ എന്ന ടോപ്പിക്ക് പഠിക്കാനായിട്ട്. അടുത്ത ഡേ 20 31/1/2026 സാറ്റർഡേ ആണ്. സ്പേസ് റെപ്പറ്റീഷൻ 12/1/2026. 12/1/2026 അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് ഡേ പഠിച്ച കാര്യമാണ് കേട്ടോ. അത് നമ്മളിവിടെ റിവൈസ് ചെയ്യാൻ കാരണം നമ്മൾ സ്പേസ് റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒന്നാമത്തെ ദിവസം പഠിച്ച കാര്യം നമ്മൾ അടുത്തത് റിവൈസ് ചെയ്യുന്നത് അടുത്ത ദിവസം റിവൈസ് ചെയ്യും സാധാരണ പോലെ. പിന്നെ റിവൈസ് ചെയ്യുന്നത് 7ാമത്തെ ദിവസം, പിന്നെ റിവൈസ് ചെയ്യുന്നത് 21ാമത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡേ 20 31-ാം തീയതി ഞാൻ സ്പേസ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് 12/1/2026 പഠിച്ച കാര്യങ്ങൾ പഠിക്കാൻ പറയുന്നത്. അടുത്തത് സ്പേസ് റെപ്പറ്റീഷൻ വേറെ ഒന്നും കൂടി വരുന്നുണ്ട്. അത് 25/1/2026 പഠിച്ച കാര്യങ്ങളാണ്. കാരണം അത് 7ാമത്തെ ദിവസമായിട്ട് വരുന്നത് ഇവിടെയാണ്. പിന്നെ റിവിഷനാണ് സാധാരണ പോലെ തലേ ദിവസത്തെ റിവിഷൻ 30/1/2026. ക്വസ്റ്റ്യൻ പേപ്പർ 115/2025, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റഡി, റിവിഷൻ 31/1/2026. അതായത് അന്നേ ദിവസത്തെ തന്നെ റിവിഷൻ. നിങ്ങൾക്ക് ഈ ടോപ്പിക്കൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ എൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കുറേ പഠിക്കാനുള്ള പോലെ തോന്നുന്നുണ്ടോ? അതോ ടൈം തികയുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തത് ഡേ 21 1/2/2026 സൺഡേ. ഫെബ്രുവരി മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അന്ന് നമ്മൾ അന്നത്തെ ആഴ്ച പഠിച്ച എല്ലാ ദിവസത്തെ റിവിഷൻ ചെയ്യേണ്ട ദിവസമാണ് സൺഡേ റിവിഷൻ. പിന്നെ അന്നത്തെ ദിവസത്തെ കറണ്ട് അഫെയർസും കൂടി പഠിച്ചാൽ അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയി. അങ്ങനെ ഒരാഴ്ച കംപ്ലീറ്റ് ആവും കേട്ടോ. ഇതാണ് നമ്മുടെ ഒരാഴ്ചത്തെ ടൈം ടേബിൾ. ഇനി ഞാൻ അടുത്ത ആഴ്ചത്തെ ടൈം ടേബിളായിട്ട് അടുത്ത ആഴ്ച ഏതെങ്കിലുമൊക്കെ ഒരു ദിവസമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതനുസരിച്ച് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഹൈപ്പ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.